നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. മാതാ അമൃതാനന്ദമയി അയോധ്യയിലേക്ക്. അമൃതാനന്ദമയി അയോധ്യയിലേക്ക് പോകുന്നത് വലിയ ഭക്തജന സംഘത്തോടൊപ്പമാണ്. മാതാ അമൃതാനന്ദമയിയും ഏകദേശം 1200ഓളം വരുന്ന ഭക്തരും ചേർന്ന് ട്രെയിൻ മാർഗമാണ് അയോധ്യയിലേക്ക് ഇപ്പോൾ പോകുന്നത്. അയോധ്യയിലെ ശ്രീരാമ യന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതിക്കൊപ്പം പങ്കെടുക്കാനാണ് മാതാ അമൃതാനന്ദമയി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 1200 പേരടങ്ങുന്ന ഭക്തജന സംഘവുമായി അമ്മ അയോധ്യയിലേക്ക് എത്തുമ്പോൾ വലിയ ചർച്ചകളാണ് അതുമായി സംബന്ധിച്ച് ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ കുറേ നാളുകളായി പലരെയും ഇപ്പൊ നമുക്കറിയാം, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മോഹൻലാലിനെ അടക്കം ക്ഷണിച്ചിരുന്നു. പക്ഷെ മോഹൻലാൽ പോയില്ല. മോഹൻലാലിന്റെ ഇരട്ടത്താപ്പ് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ആ മാതാ അമൃതാനന്ദമയി അവിടേക്ക് എത്തുന്നു എന്നത് വളരെ സന്തോഷത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ക്ഷേത്രമായി അയോധ്യയിലെ രാമക്ഷേത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ചിലർക്കെങ്കിലും അതിൽ അസ്വസ്ഥതയുണ്ടാകുമെന്ന് നമുക്കറിയാം. എന്നാൽ മാതാ അമൃതാനന്ദമയി അയോധ്യയിലേക്ക് എത്തുമ്പോൾ അത് വലിയ സ്വീകാര്യതയാണ് അമ്മയ്ക്കും ഉണ്ടാകുന്നത്. 1200 പേരടങ്ങുന്ന ഭക്തജന സംഘവുമായി കായംകുളത്തു നിന്നും ട്രെയിനിൽ അമൃതാനന്ദമയി ദേവി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രത്യേക ട്രെയിനിലാണ് യാത്ര. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉണ്ടാവും. ദ്രൗപദി മുർമുവിനൊപ്പം ചടങ്ങിൽ പങ്കെടുക്കും. അമൃതാനന്ദമയിയും RSS കാര്യകർത്താക്കളും BJP നേതാക്കളും എല്ലാം ചേർന്ന് അമൃതാനന്ദമയിയെ സ്വീകരിക്കും. നിരവധി പേർ ഇവിടെ തന്നെ കായംകുളത്ത് തന്നെ അമ്മയെ യാത്രയാക്കാൻ നിരവധി പേർ വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ അയോധ്യ സന്ദർശനം. ഹിന്ദു പുതുവർഷം എന്നറിയപ്പെടുന്ന ചൈത്ര നവരാത്രിയുടെ ആദ്യ ദിവസമായ മാർച്ച് 19-നാണ് രാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നത്. ഈ സവിശേഷ ദിനത്തിലാണ് പ്രത്യേക പൂജകൾ ഉണ്ടാകും. ഈ ദിവസമാണ് മാതാ അമൃതാനന്ദമയി ദേവി അവിടേക്ക് എത്തിച്ചേരുക. 1980-കളിൽ മാതാ അമൃതാനന്ദമയി ചെറിയ സംഘം ഭക്തരുമായി 1990-ലാണ് യാത്ര ചെയ്തത്. പിന്നീട് ആദ്യമായാണ് ഇത്രയും ഭക്തരുമായി അവിടേക്ക് എത്തിച്ചേരുന്നത്. വലിയ സംഘവുമായുള്ള ആത്മീയ യാത്ര, ആശ്രമത്തിലെ അന്തേവാസികളും ഭക്തരും എല്ലാം ഉൾപ്പെടുന്ന പലരും ഈ സംഘത്തിലുണ്ട്. അയോധ്യയിലെത്തുന്ന മാതാ അമൃതാനന്ദമയിയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര എന്നിവർ ചേർന്ന് സ്വീകരിക്കും. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ 2ാമത്തെ നില, ഏതാണ്ട് പണി പൂർത്തിയാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ നില മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2ാമത്തെ നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങിലേക്കാണ് അമൃതാനന്ദമയി ദേവിയും 1200 പേരും കേരളത്തിൽ നിന്ന് എത്തിച്ചേരുക. ഭക്തരടങ്ങുന്ന വലിയ സംഘവുമായി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.